ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആസൂത്രിതമായി മനുഷ്യരെ കൊണ്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് ചിന്തിപ്പിക്കുകയും ഈ പറയുന്ന വിജയിച്ച പാർട്ടിക്കകത്ത് ഭയങ്കര ആഭ്യന്തര തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഒരുപാട് ചാനൽ പെയ്ഡ് ഏർപ്പാടുകളും കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് പിടിച്ചതുപോലെയുള്ള സംഭവങ്ങളും ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അതൊരുതരം ഒരു ഓർഗാനിക് റെസ്പോൺസ് എന്ന രൂപത്തിലേക്ക് മനുഷ്യരുടെ മനസ്സിലേക്ക് ഇങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ജയിച്ച UDFകാരോട് നിങ്ങളുടെ എതിരാളി ആരാണ് എന്ന് ചോദിച്ചാൽ കുറച്ച് പേർ VD സതീശൻ്റെ പേര് പറയും, കുറച്ച് കൂടുതൽ പേർ രമേശ് ചെന്നിത്തലയുടെ പേര് പറയും, കുറച്ച് കൂടുതൽ പേർ KC വേണുഗോപാലിൻ്റെ പേര് പറയും. എന്താ കാര്യം? അങ്ങനെ ഒരു പരിധി വരെ ഈ ഓർഗാനിക് കൺസെൻറ്റിനെ ആ രൂപത്തിലേക്ക് മാറ്റിമറിച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായത്. രാഹുൽ ഈശ്വർ വലിയ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ പുള്ളി ഒരു പോസ്റ്റിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റിൽ പറഞ്ഞു. അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് വേറൊന്നുമല്ല, അദ്ദേഹം വാടാനപ്പള്ളിയിൽ ബോർഡ് പിടിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. ഫ്ലക്സുകൾ വെച്ചതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വന്തമായി കാശ് കൊടുത്ത് എതിർ പാർട്ടി നേതാവിന് വേണ്ടി ഫ്ലക്സ് അടിക്കുക, കോൺഗ്രസ്സുകാർ UDFകാർ കരുതിയിരിക്കുക, വരും ദിവസങ്ങളും ഇതുപോലുള്ള കലാപരിപാടികൾ കാണാൻ കഴിയും. കേഡർ പാർട്ടി അല്ലാത്തതുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും. ഇത് രാഷ്ട്രീയ ധാർമ്മിക മര്യാദകേടാണ്. KC VD RC ആരായാലും മികച്ച മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മാതൃദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ അമ്മയെ സ്മരിച്ചുകൊണ്ട് അമ്മയുമായി ഉണ്ടായിരുന്ന കാലം ഓർത്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൻ്റെ അടിയിലും വന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പലതുമൊക്കെ എഴുതി പിടിപ്പിക്കുകയും ചെയ്യുന്ന കുറേ നാറികളുണ്ട്. ആ നാറികൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. കാരണം ഇപ്പോഴത്തെ ഒരു ഹിസ്റ്റീരിയ ബാധിച്ച അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ട് എത്തിച്ചതുകൊണ്ട് ഏതായാലും അത്തരമൊരു സംഗതി വളരെ മ്ലേച്ഛവും അശ്ലീലവും തോന്നിയാസവുമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് എഴുതുന്നത് എന്ന് മാത്രവുമല്ല, ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായ അദ്ദേഹത്തെ അങ്ങനെ ആക്ഷേപിക്കപ്പെടാനും വേണ്ടിയുള്ള സംഗതിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മേൽ ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകൾ കൊണ്ട് ചാർത്തപ്പെടുന്ന ഓരോ സംഗതികളുണ്ട്. അതൊന്നും അവരുടെ യോഗ്യതയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് VD സതീശനെ നുണേഷൻ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കി ആക്ഷേപിച്ചതുപോലെ രമേശ് ചെന്നിത്തലയെ ഒരു സംഖ്യയാക്കി ചിത്രീകരിച്ചു. ഇന്ന് ഈ കാണിക്കുന്ന ചാനലുകളും വാർത്താമാധ്യമങ്ങളും പോലെയുള്ള മനോരമ അടക്കമുള്ള ചാനലുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അന്ന് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ ചില നേതാക്കളെ വലുതാക്കുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയെ സംഘപരിവാറിൻ്റെ ഒരാളായി വല്ലാണ്ട് ചിത്രീകരിച്ചു. അദ്ദേഹം എല്ലാത്തിനും കീഴടങ്ങുന്ന ഒരാളായി മാറ്റപ്പെട്ടു. യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരിലും അടുപ്പക്കാരിലും ഏറ്റവും കൂടുതൽ പേർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല. അതിനേക്കാൾ കൂടുതൽ പേർ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ വലിയ വാചകം പറയുന്ന K മുരളീധരൻ സാറും അദ്ദേഹത്തിൻ്റെ പിതാവും എല്ലാവരും കൂടി DIC ഉണ്ടാക്കി ഈ പാർട്ടിയെ ഇല്ലാതാക്കി പിളർന്ന് വേറൊരു കഷ്ണമായി മാറിപ്പോകുന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകളും വേദനിച്ചിരുന്നു. കാരണം കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ വർക്കിംഗ് ഫോഴ്സ് ആയിരുന്നു ഈ I ഗ്രൂപ്പ് എന്ന് പറയുന്നത്. A ഗ്രൂപ്പ് പൊതുവിൽ ആദർശം കളിച്ച് നടന്നവരാണ്. I ഗ്രൂപ്പാണെന്ന് പണിയെടുക്കുന്നത്. അവരെല്ലാവരും കൂടി പോകും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അന്ന് അന്വേഷിച്ചതാണ് രമേശ് ചെന്നിത്തല പോകുമോ, മറ്റുള്ളവർ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്ന നേതാവിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പിന്നീട് KPCC പ്രസിഡൻ്റായാണ് ഈ പാർട്ടിയെ തിരിച്ച് പടുത്തുയർത്തി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ പല സംവിധാനങ്ങളും, പ്രിയദർശിനി, പിന്നെന്താ പറയുന്നത്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ, ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങൾ, വീക്ഷണം, ജയ്ഹിന്ദ് അടക്കമുള്ള ചാനലുകളെല്ലാം ചടുലമായി ഓടിച്ചു. എന്ന് മാത്രവുമല്ല, പിന്നീട് വന്ന പല ആദർശവാന്മാരെ പോലെ ഈ സംവിധാനത്തെ ഒന്നും ലോക്കാക്കാതെ അദ്ദേഹം വളരെ ചടുലമായി മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റ് മുതൽ മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന ഒരു പദവി ഒഴിച്ച് ബാക്കിയെല്ലാം വഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സമകാലികർ പല സംസ്ഥാനങ്ങളിലും നിരവധി തവണ മുഖ്യമന്ത്രിയായി ഒക്കെ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്നു മമതാ ബാനർജി. അവരും രണ്ട് തവണയോളം മുഖ്യമന്ത്രിയായില്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു പോയതും, അദ്ദേഹം ഒന്നും പാർട്ടിക്കെതിരെ പറഞ്ഞില്ലല്ലോ ഇതുവരെ, അദ്ദേഹം വല്ല ധിക്കരിച്ചില്ലല്ലോ, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വേറെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ. അദ്ദേഹവും ശ്രമിച്ചു. ഈ പോസ്റ്റ് ഇടുന്ന ആളുകളൊക്കെ ശ്രമിക്കൂലേ?
ഏതെങ്കിലും സ്ഥാപനത്തിൽ പ്രമോഷൻ ഒരു സാധ്യത വന്നാൽ, ഏതെങ്കിലും സംഘടനയിൽ ഒരു ഭാരവാഹിത്വം വന്നാൽ, അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ശ്രമിക്കുന്നതാണ്. പക്ഷേ അതിന് അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ താഴെ കൊണ്ടുവന്ന് ഭയങ്കരമായി തെറി പറഞ്ഞ്, എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുമാണ്. എത്ര അഴിമതി കേസുകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അദ്ദേഹത്തെ ഇപ്പം നുണേശനെന്നാക്കിയതുപോലെ അന്ന് ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞൊരു ചായ കൊടുത്ത് സംഘിയാക്കി മറ്റൊരു രൂപത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ് സത്യം. പക്ഷേ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല മുഖ്യമന്ത്രിയാവാൻ. ഭരണം മാറിയില്ല ആദ്യമായി. അതിന് അദ്ദേഹം മാത്രമൊന്നുമല്ല ഉത്തരവാദി. വിജയിച്ചതിൻ്റെ ഉത്തരവാദി ആരുമല്ലെന്ന് പറയുന്നത് പോലെ പരാജിതൻ്റെ ഉത്തരവാദി അയാൾ മാത്രമൊന്നുമല്ല. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരാളിനെ അങ്ങ് പേജിൽ കയറി തെറി വിളിച്ച് ആക്ഷേപിച്ച് നേതാക്കളെ പരസ്പരം ഇങ്ങനെ ആക്കുന്ന അത്തരത്തിലുള്ള ഈ നീച പ്രവൃത്തി അതെന്തിൻ്റെ പേരിലായാലും വളരെ മോശമാണെന്ന് മാത്രം മിതമായി പറയുന്നു.